സൈബർ സെക്യൂരിറ്റി ബൂട്ട് ക്യാമ്പിന് ശേഷം എഡ്വേർഡ് ലേണിംഗ് നിങ്ങൾക്കായിട്ട് ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ബൂട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10 ഡേയ്സ് പൈത്തൺ പ്രോഗ്രാമിംഗ് ബൂട്ട് ക്യാമ്പ്. ആണെങ്കിലും ഡാറ്റാ സയൻസ് ആണെങ്കിലും സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇത് ടെക് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് വരണമെങ്കിലും നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിച്ചിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പ്രീവിയസ്ലി ഈ പറയുന്ന എല്ലാ യൂസ് കേസിനും ടെക്നോളജിയിലെ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും പൈത്തൺ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ 10 ഡേയ്സ് ബൂട്ട് ക്യാമ്പ് എഡ്വെയർ നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ ഇന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്ട്രക്ടർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ അറിയാം. പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും വളരെ ഗ്രാജുവലി ഭയങ്കര ഒരു എന്താ പറയുക അഗ്രസീവ്ലി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടെക് ഇൻഡസ്ട്രി. നിങ്ങൾക്കിപ്പോൾ തന്നെ അറിയാം മെഷീൻ ലേണിങ്സ്, ഇപ്പോൾ തന്നെ ചാറ്റ് ജി പി ടി, ക്ലൗഡിയ, ഇഷ്ടം പോലെ നമുക്ക് ടൂൾസ് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഒരു പ്രോപ്പറായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇൻഡസ്ട്രീസ് ആണെങ്കിലും വളരെ വാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊരു ഓപ്പണിങ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ ഒരു ടെക് ഇൻഡസ്ട്രിയിലേക്ക് മാറണം എന്നോ അത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും അതൊരു ബേസിക് ആയിട്ട് വേണ്ട ഒരു നീഡ് അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അസ് എ ബിഗിനർ എനിക്കും തോന്നാം, ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഗോ, പൈത്തൺ, സി ഷാർപ്പ്, സി, ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ അസ് എ ബിഗിനർ നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടും, ഇപ്പോൾ നമ്മളൊരു മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുക, ഹായ്, ഹലോ, ഹൗ ആർ യു, ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെയാണ് പൈത്തണിൽ നടക്കുന്നത്. കാരണം വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്കൊരു 10-15 കമാൻഡ്സിൽ നടക്കുന്നത്, ഇത് ജസ്റ്റ് നമുക്ക് ഒരു നോർമൽ ഒരു ഹ്യൂമനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഏറ്റവും പവർഫുൾ ലൈബ്രറീസിൻ്റെ ഒരു സോഴ്സാണ് ഈ പൈത്തൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മികച്ച ടെക് ഇൻഡസ്ട്രീസിലും അല്ലെങ്കിൽ ടെക് സ്റ്റാക്കുകളൊക്കെ പൈത്തൺ പ്രിഫർ ചെയ്യുന്നത്. ജോലി സാധ്യത എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എടുക്കുകയാണെങ്കിലും ഡാറ്റാ സയൻസ് എടുക്കുകയാണെങ്കിലും സൈബർ സെക്യൂരിറ്റി എടുക്കുകയാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റിനേക്കാളും കൂടുതൽ മെഷീൻസിൻ്റെ കമ്മ്യൂണിക്കേഷനാണ് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. പോപ്പുലറിലൊക്കെ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. നമുക്ക് മെഷീൻസിൽ വളരെ വളരെ ഈസി ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മളിപ്പോൾ വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കുറിച്ച് അതിൻ്റെ ടഫ്നെസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരം, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലോഡ് കുറയ്ക്കുക, എഫിഷ്യൻസി കൂട്ടുക, അതിന് ഏറ്റവും ബെറ്റർ ഒരു ലാംഗ്വേജ് പൈത്തൺ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആമസോൺ അങ്ങനത്തെ കമ്പനികളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അവർ ഭയങ്കര ക്രിട്ടിക്കലായുള്ള ഇൻ്റർവ്യൂ പ്രോസസ്സാണ് ടെക്നിക്കൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ. ടെക്നിക്കൽ നോളജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിന് അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജുകളിൽ ഒന്നാണ് പൈത്തൺ. ഇപ്പോൾ ആസ് എ ബിഗിനർ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു പൈത്തൺ പഠിക്കുന്നതിലൂടെ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ പ്രൊസീജിയേഴ്സൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എഡ്വെയർ ലേണിങ്ങിൻ്റെ ഈ പൈത്തൺ ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ കരിയർ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ബിഗിനേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സായിരിക്കും ഇത്. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ തൊട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ഏതൊരു ബിഗിനർക്കും ഈസി ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ്, അത് നമ്മൾ ഈ കോഴ്സ് നമ്മൾ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് പ്രാക്ടിക്കൽ സെക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് മാത്രമല്ല നമ്മളിതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടോപ്പിക്സും കൂടി കവർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡാറ്റ സ്ട്രക്ചർ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഡാറ്റാബേസ് കണക്ടിവിറ്റി. ഇത് നമ്മൾ ഈ ബൂട്ട് ക്യാമ്പിൽ തന്നെ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്ത് പോകുന്ന ടോപ്പിക്സാണ്. എന്താണ് പ്രോഗ്രാമിംഗ്? അവിടെ നിന്നാണ് നമ്മൾ വളരെ ബേസിക്കിലാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ടോപ്പിക്കിലേക്ക് മെല്ലെ ഗ്രാജുവലി വരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്സും വെച്ചാൽ മെയിനുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും. നമ്മൾ മെയിനായിട്ട് ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് ഫേസ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇതുവരെ പ്രോഗ്രാമിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവാത്ത ഒരാൾ, അയാൾക്ക് എന്താണെന്നൊരു ഐഡിയ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫേസ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഫേസ് എന്താ വെച്ചാൽ ഈ ബൂട്ട് ക്യാമ്പിൻ്റെ സെക്കൻഡ് ഫേസ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി റിയൽ വേൾഡിലേക്ക് പ്രോഗ്രാമിംഗ് വരുന്ന ഒരു അപ്രോച്ച്. അപ്പോൾ കുറച്ചും കൂടി എന്ന് വെച്ചാൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കോ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ റിയൽ ലൈഫിലേക്കും അവർക്ക് ഈ പ്രോഗ്രാമിനെ എങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മൾ ചെയ്യുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ, എന്ന് വെച്ചാൽ തേർഡ് ഫേസ്.
ഈ ഫേസിൽ നമ്മൾ റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെ ബിൽഡ് ചെയ്യുക. നമ്മുടെ റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതംസ്, പിന്നെ ഡാറ്റാബേസ് കണക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക, റിട്രീവ് ചെയ്യുക. അതും മാത്രമല്ല നമ്മളൊരു ഒരു വെബ് API പ്രൊജക്റ്റ് തന്നെ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഈ ബൂട്ട് ക്യാമ്പിൻ്റെ എൻഡിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ്. ആക്ച്വലി നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഫൈനൽ പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വെബ് API യൂസ് ചെയ്തിട്ടായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ ഡാറ്റാബേസ് കണക്ടിവിറ്റി, അല്ലാണ്ട് നമ്മൾ ആ 10 ഡേയ്സിൽ നമ്മൾ എന്തൊക്കെയും കൺസെപ്റ്റ്സ് പഠിച്ചോ അതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരിക്കും നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്കറിയാം 10 ഡേയ്സ് പ്രോഗ്രാമാണ്, നമുക്കൊരു കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ലിമിറ്റ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ആപ്ലിക്കേഷൻ ഫുള്ളി ഫങ്ഷണലായിരിക്കും. നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്സും നമ്മളതിൽ ഇംപ്ലിമെൻറ്റും ചെയ്യുന്നതാണ്. ഒരു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രോഗ്രാമിൽ ഒരു ബിഗിനറായിട്ട് ഈ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പോകില്ല. എന്ന് വെച്ചാൽ ഒരു ഫുള്ളി ഫങ്ഷണൽ ആപ്ലിക്കേഷൻ സിംഗിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു ഫുള്ളി ഫങ്ഷണൽ ആപ്ലിക്കേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ബൂട്ട് ക്യാമ്പിലൂടെ. നമ്മുടെ എഡ്വെയർ ലേണിംഗിൻ്റെ 10 ഡേയ്സ് പൈത്തൺ പ്രോഗ്രാമിംഗ് ബൂട്ട് ക്യാമ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നമ്മുടെ ഇൻസ്ട്രക്ടർ പറഞ്ഞു കഴിഞ്ഞു. വളരെയധികം അവസരങ്ങളുള്ള ഒരു പ്രോഗ്രാമിംഗ് മേഖലയാണിത്. അപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്മുടെ കോഴ്സ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾസോ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നമ്മൾ ഈ കോഴ്സിന് വെച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് നമ്മളൊരു എമൗണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ യു ക്യാൻ ജോയിൻ വിത്ത് ദ ഗിവൺ ലിങ്ക്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്തേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.